അറിയായിരിക്കും അൻസാരി സൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ്. നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലെ സെലിബ്രിറ്റി ഇന്റർവ്യൂർ ആണ്. ഞാനൊരു 3-4 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ഐ എം സഫറിങ് അ ലോട്ട്. ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. അൻസാരി സുഹറി ഉസ്താദ് തന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഒരു ഇന്റർവ്യൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ജീവിതം നശിപ്പിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. അയാളുടെ ഒരു വീഡിയോ കാരണം ഞാൻ നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിങ്ങും എനിക്കും എന്റെ ഭർത്താവിനും ജീവിക്കാൻ പറ്റുന്നില്ല, മോശപ്പെട്ട വാക്കുകളാണ് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. കൊല്ലം തുളസി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കൊല്ലം തുളസിയുമായുള്ള ഒരു ഇന്റർവ്യൂവിൽ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഹൻസിബയെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ ഇന്റർവ്യൂർ എന്ന് ചോദിച്ചാണ് എന്താണ് ജിഹാദി എന്നുള്ളത്. അപ്പൊ ഒരു ജിഹാദി എന്താന്ന് പോലും അറിയാത്ത നീ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവർ ആയത്? ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ മോളെ ചോദിക്കാൻ എന്നുള്ള ലെവലിലാണ് നമ്മുടെ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കൊല്ലം തുളസി സാറിനെ സംബന്ധിച്ചിട്ട് എയർ പോക്കുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാവിലെ നീച്ചാൽ അദ്ദേഹം 200 മില്ലി സ്വന്തം മൂത്രം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് എയർ പോയർത്തും. അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ എയർ പോക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്താണ് ജിഹാദി എന്നുള്ളത് ഇന്റർവ്യൂവറിന് നേരം പോലെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോയ ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. തുടങ്ങിയത് ഒരു വാക്കിൽ നിന്നാണ്. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ടിനി ചേട്ടൻ അൻസിബയെ വിളിച്ചു എന്നാണ് പരാമർശിക്കുന്നത്. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ചേട്ടൻ, കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വാക്ക്. ഈ ചേട്ടൻ ഈ ചേച്ചി എന്ത് വിളിച്ചെന്നാ കുട്ടി കേട്ടത്? ഞാൻ കേട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടത് ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി കുട്ടി ഒരു മുസ്ലിം അല്ലേ? അതെ. എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും യഥാർത്ഥ മുസ്ലിമിന് എല്ലാവരും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുർആൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹത്തുക്കളോട് മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാർ ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ജിഹാദി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിന് വേണ്ടി നമ്മുടെ ഫുൾ ഡെഡിക്കേഷനും ഇട്ട് ചെയ്യുന്നു, അതിനെയാണ് ജിഹാദി എന്ന് വിളിക്കുന്നത്. ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാതിനെ പറ്റിയിട്ട് അറിവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എല്ലാത്തിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അതിന് മുമ്പേ ഇവിടുത്തെ ജന്മം തീരും. പക്ഷെ നമ്മുടെ അൻസാരി സുഹറി ഉസ്താദ് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തതോട് ഒരുപാട് ആൾക്കാർ ഈ ഇന്റർവ്യൂവർക്ക് എതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അതായത് നീയൊക്കെ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ഇതൊന്നും പഠിക്കാതെയാണോ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടേക്ക് ചോദിക്കാനുള്ളത്, ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം എന്താ? നമുക്കറിയാത്ത ചോദ്യം അവരോട് ചോദിക്കാനും അതിന്റെ മറുപടി കിട്ടാനും തികഞ്ഞവരൊന്നും ആരും ഇല്ലടേ. എന്തായാലും സുഹറി ഉസ്താദിന്റെ റിയാക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളും കൂടി പറയാം. മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെ ഒക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ, അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാരം അകക്കാമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജെമിനിയുടെ ചോദിച്ചാലൊക്കെ കിട്ടൂലേ? എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീ ഇപ്പൊ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറ് അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണം കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂതം ഒന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും യഥാർത്ഥ മുസ്ലിമിന് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുർആൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹത്തുക്കളോട് മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാർ ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയും ഇടില്ലേ, അവരെ ലക്ഷ്യത്തെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകും? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം
അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യനെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് കിടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്ക് ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പൊ കൊല്ലം തുളസി സാറ്, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിന്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേർക്കൊണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ള ഒരു ഓത്തോടിപ്പിക്കുന്ന അവസ്ഥയായി. ഒരു ഉസ്താദുമാരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ആൾക്കാർക്ക് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കാം. തെറ്റുപറ്റും, മനുഷ്യരാണ്. അപ്പൊ അതിനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉസ്താദുമാരായിക്കോട്ടെ, ഒരു പള്ളിയിലെ അച്ഛന്മാരായിക്കോട്ടെ, ഒരു അമ്പലത്തിലുള്ള ഒരു പൂജാരി ആയിക്കോട്ടെ, അവരൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്റെ അഭിപ്രായം മാത്രമാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന പറയുന്ന ഒരു കോണ്ടന്റ് ബേസ് ആണ്. പക്ഷെ നിങ്ങൾ അങ്ങനല്ല, ഒരു ഉസ്താദാണ്. നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ ആൾക്കാരിൽ അല്ലെങ്കിൽ ആൾക്കാരിലോട് നല്ല രീതിക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. സോ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്റെ വായിന്ന് നാളെ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിന് ട്രോള് കേൾക്കാൻ ഞാൻ ഉത്തരവാദിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എല്ലാം തികഞ്ഞവരാണെന്ന് ഒരിക്കലും ഇവിടെ പറയുന്നില്ല. പക്ഷെ അവനവന്റെ സ്ഥാനമാനങ്ങൾ അനുസരിച്ചിട്ട് പെരുമാറണമെന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഇന്റർവ്യൂർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലോട്ട് പോണതിന്റെ മുമ്പ് ഈ ഉസ്താദിന്റെ ഇൻസ്റ്റയിൽ വന്ന കുറച്ച് കമന്റുകളാണ്. അവളുടെ പിതാവ് ഈ വീഡിയോ കാണുന്നു എങ്കിൽ അന്നൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു. ഇന്റർവ്യൂർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തായാലും കേൾക്കണം. ഇദ്ദേഹം ഇതിൽ പരാമർശിക്കുന്ന ഈ ലിഭ്യായ ഇന്റർവ്യൂറില്ലേ, അത് ഞാൻ തന്നെയാണ്. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഉസ്താദാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ടാൽ അദ്ദേഹം ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ അറിവില്ലായ്മയോ കളിയാക്കാനോ പുച്ഛിക്കാനോ അയാൾ എന്ത് മുസ്ലിം അത് ചോദിക്കാനോ ഒരാൾക്കും ഇസ്ലാമിലെ റൈറ്റ്സ് ഇല്ല. ഒരാളുടെ വിശ്വാസം അത് അവരുടെ മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂയുടെ ഇടയിൽ എനിക്കിപ്പോ റീസെന്റ് കൊല്ലം തുളസി സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജിഹാദി എന്നൊരു വാക്ക് പറയുകയും അതിന്റെ അർത്ഥം ചോദിക്കുകയും അത് ഞാൻ തെറ്റായി പറയുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഞാൻ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് നിന്നിട്ട് ഇതൊന്നല്ല ജിഹാദി, ഇങ്ങനെയല്ല ജിഹാദി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിവില്ലാത്തൊരു സാധനം അദ്ദേഹം പറഞ്ഞതും ഞാൻ അത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യൂസ് ചെയ്തിരുന്നു. ഈ അസോസിയേഷൻ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഈ പറയുന്ന ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആൾക്കാരാ. ഇദ്ദേഹം ഈ ജിഹാദി എന്താണെന്നുള്ളത് സമൂഹത്തോട് ക്ലിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോ എത്ര പുസ്തകന്മാര് ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ആ സമയത്ത് ക്യാമറാമാനായിട്ടും ഒക്കെ എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പല മുസ്ലിംസിനും ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. കുറച്ച് പേർക്ക് അറിയാറ്റും, കുറച്ച് എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ ഖുർആനിൽ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനായാൽ തെറ്റ് ചെയ്യും എന്നുള്ളത്. അള്ളാഹു അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റിനെ ഉസ്താദ് ഇപ്പൊ കളിയാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലാത്തതും കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ആ സ്പോട്ടിലാണ് അദ്ദേഹത്തിന് ജിഹാദി എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ അത് എന്താന്ന് പറയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എന്താണ് ജിഹാദി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇനിയിപ്പോ തലേന്നാണ് നമുക്ക് ഗസ് ആരാന്ന് അങ്ങനെ വരികയാണെങ്കിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാവുന്നതൊന്നല്ല. അപ്പോൾ എന്റെ പരിമിതമായ അറിവിൽ ആ സമയത്ത് എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്താ ജിഹാദി എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഇത് നേരത്തെ കരുതി കൂട്ടി പോയി പ്ലാൻ ചെയ്ത ഒരു ടോപ്പിക്കോ ഡിസ്കഷൻ ടോപ്പിക്കോ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് പറയാം, ഓക്കെ കൊല്ലം തുളസി സാർ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇതാണ് ശരിക്കും ജിഹാദി എന്നും പറയാം. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കളിയാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കളിയാക്കിയിട്ടോ അല്ല. ഞാൻ എന്ത് മുസ്ലിമാന്ന് ചോദിച്ചാൽ അത് ഞാനും പഠിച്ചവനും തമ്മിൽ എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യണ്ട. ഞങ്ങൾ തമ്മിലുള്ള ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുന്ന എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയോ ഇല്ല. ഈ ഘോരമായി നീട്ടി വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് വധു നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം
ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയാണ്. ആരും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുകയാണെങ്കിലും ഗൂഗിളിൽ അധികം വിശ്വസിക്കാതിരിക്കുക. അതായത് ഓരോ ആൾക്കാർ എഴുതുന്ന ലെറ്റേഴ്സ് ആയിക്കോട്ടെ, റൈറ്റിംഗ്സ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന വ്ളോഗ്സ് ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഗിൾ പറഞ്ഞ സാധനം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക. സോ 100% ഈ ഗൂഗിളിൽ നിന്ന് വിശ്വസിക്കാതിരിക്കുക. പിന്നെ ഇന്റർവ്യൂറോട് ഞാൻ 100% യോജിക്കുന്നു. ജിഹാദി എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊല്ലം തുളസി സാർ പറഞ്ഞു കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് കേട്ടിരിക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് പറയാലോ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അത് കേട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനൊന്നും ഇതേപോലെ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് ഓരോ ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് ഇല്ലാതാക്കുക. ഒരുപാട് കമന്റോളികളുണ്ട്, എന്റെ വീഡിയോ തന്നെ വരാറുണ്ട്, നീ പുരികം ത്രെഡ് ചെയ്തിട്ടില്ലടാന്ന്. എന്റെ പൊന്നെ, ഞാൻ ജനിച്ചതിന് ശേഷം പുരികത്തുമ്പോൾ തൊട്ടിട്ട് പോലും ഇല്ല, സോപ്പ് തേക്കാനല്ലാട്ടെ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുക അത്ര. എടോ, എന്റെ ചുണ്ട് അങ്ങനെ തന്നെയാണ്. ഇതൊന്നും എനിക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലത്തെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. മെയിൻ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതെല്ലാം കേൾക്കാൻ അർഹനാവണം, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മളൊരു കോണ്ടന്റ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയണോ തീരുമാനിക്കേണ്ടത് വ്യൂവേഴ്സ് ആണ്. അത് അവരുടെ ഇഷ്ടമാണ് കമന്റ് ചെയ്തത്. അപ്പൊ അതിനെ ഒന്നും സ്വന്തം കാര്യങ്ങളാക്കി എടുത്തിട്ട് അയ്യോ എന്നെ എന്തുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കരയരുത്. പേഴ്സണൽ ആക്കി എടുക്കാതിരിക്കുക. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാരെ അങ്ങനെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ട ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പറ്റുമെങ്കിൽ അൻസാരി സുഹരി എന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം പ്രോപ്പർ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്റെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പോലും ഞാൻ എന്താണ് ജിഹാദി ഞാൻ മനസ്സിലാക്കിയ അർത്ഥത്തിൽ അവിടെ കിടന്ന് മെഴുകുകയൊന്നും ചെയ്തിട്ടില്ല. കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന ആ ഡെഫിനേഷൻ ഞാൻ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജിഹാദിയെ പറ്റി അവിടെ സംസാരിച്ചത് മുസ്ലിം സമുദായത്തെ കോട്ട് ചെയ്തതുകൊണ്ടല്ല. അമ്മ അസോസിയേഷനിൽ നടന്ന ഇഷ്യൂവിനെ പറ്റിയാണ് അവിടെ ചോദിക്കുക. ഇന്റർവ്യൂ ഫുള്ള് കണ്ടവർക്ക് അത് മനസ്സിലാവും. അമ്മ അസോസിയേഷനെ പറ്റി സംസാരിക്കുകയും അതിനെ പരാമർശിച്ച് പറയുകയും ചെയ്തപ്പോൾ ജിഹാദി എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണോ ഈ ഒരാൾ വിളിച്ചു എന്നുള്ള പറയുന്നത് ഈ ജിഹാദി എന്ന് അയാൾ പറഞ്ഞ കോൺടെക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതൊക്കെ കുറേയൊക്കെ പ്രീ പ്ലാൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും കാണുന്നവർക്കില്ല, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഞാൻ ജിഹാദിയെ പറ്റി മനസ്സിലാക്കാണ്ട് ഇന്റർവ്യൂ ചെയ്തത് എന്റെ തെറ്റാന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അൻസാരി സുഹരി എന്ന് പറയുന്ന ആ ഉസ്താദ് ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ പോർഷൻ ഒന്ന് കണ്ടു നോക്കി. വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേര് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹ മധ്യയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടു. എടാ, ഹൃദയത്തിൽ അല്പം ഒരു ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടും. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം നിന്നെ കളിയാക്കിയിട്ടില്ല. എനിക്കിത് കളിയാക്കലായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്ത് മുസ്ലിം ആണെന്നും ഞാൻ എങ്ങനെ ഇതായി ജീവിക്കുന്നു എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അത് ചോദ്യം ചെയ്യും. പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരു ഉസ്താദ് നമ്മുടെ സമുദായത്തിൽ തന്നെ പെട്ട അദ്ദേഹത്തിന് നമ്മുടെ കൗമിപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതിലുള്ള വിഷമല്ലേ. എന്നാൽ എനിക്ക് നമ്മുടെ കൗമിപ്പെട്ട ഒരു ഉസ്താദ് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അദ്ദേഹത്തിന് അറിയാം, ഈ ജിഹാദി എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് അറിയില്ല, ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഇതാവുന്നു, എനിക്ക് എന്നെ പരിഹാസപ്പെടാൻ നിൽക്കല്ലേ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയായ എനിക്ക് എത്രത്തോളം സൈബർ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാൾ ചിന്തിക്കണമായിരുന്നു. ചിന്തിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ജിഹാദി എന്താണെന്ന് അദ്ദേഹത്തിന് എന്നെ കളിയാക്കാതെയും ആ വീഡിയോ വെച്ചിട്ട് പറയായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് ഞാൻ എന്ത് മുസ്ലിമാന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. പറ്റുമെങ്കിൽ അൻസാരി സുഹരി എന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങളെ ഫോളോ ചെയ്യുന്ന സോ കോൾഡ് മുസ്ലിം ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൾച്ചർ മനസ്സിലാവും, അവർ പഠിച്ച ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവും. തെറിവിളിയും എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ഈ എന്റെ കമന്റ് ബോക്സിലെ ആൾക്കാരെക്കാളും എത്രയോ നല്ലതാ ഞാനെന്ന് എനിക്ക് തോന്നിപ്പോവാ. കാരണം ഇത്രയും തെറി വിളിക്കുന്ന മുസ്ലിംസ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആ സപ്പോർട്ട് ഗ്രൂപ്പിലില്ല. എന്നെ തെറി വിളിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് നിങ്ങളെക്കാളും എത്രയോ പടിമുകളിലാണ് ഞാൻ. ആരുടെയും കമന്റ് ബോക്സിൽ തെറി വിളിക്കാൻ പോയിട്ടില്ല. ഒരു കാര്യം ഉണ്ടായാൽ മാന്യമായ ഭാഷയിലും പറയാം. പക്ഷെ ആ മാന്യത ഇല്ലാതെ തെറിയിലൂടെ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ എന്റെ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ പേരിൽ ഒരാളിങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. സൈബർ ബുള്ളിങ്ങിനെ പറ്റി ഞാൻ പറയാനുള്ള കാരണം വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. അറിയാതിരിക്കും അൻസാരി സുഹരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലെ സെലിബ്രിറ്റി ഇന്റർവ്യൂർ ആണ്. ഞാനൊരു 3-4 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ഐ എം സഫറിങ് എ ലോട്ട്. എൻ്റെ ജോലി വരെ ഇത് കാരണം എനിക്കറിയില്ല. ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. ലൈക്ക് എനിക്കറിയില്ല, ഞങ്ങള് ഇതിന്റെ തന്നെ ചർച്ച ചെയ്ത് എങ്ങനെയാണ്. ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂർ എന്നുള്ള ഒരു നിലയ്ക്ക് ഞാൻ പറയാം, ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇത് ആദ്യമായിട്ട് എയറിൽ പോകുന്നതിന്റെ ഒരു വിഷമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ എത്ര വട്ടം പോയിരിക്കുന്നതേ, ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. ഇത് ആദ്യമായും കൊണ്ട് ഇങ്ങനെ തോന്നലാണ്. പിന്നീട് ഇതൊക്കെ ശീലമായിക്കോളും. ഇതേപോലെ എന്തെങ്കിലും തെറിവിളികളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർത്തി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. എന്റെ കമന്റ് ബോക്സ് എന്റെ അല്ല, അതായത് എന്നോട് പറഞ്ഞൊരു വ്യക്തിയുടെ എന്റെ കമന്റ് ബോക്സിൽ ഫുള്ള് തെറിയും കാര്യങ്ങളാണ് വരുന്നത്. എനിക്കത് കേൾക്കാനുള്ള അല്ലെങ്കിൽ എനിക്കത് സ്വീകരിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പരിപാടിയെല്ലാം നിർത്തിയെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ദിസ് ഇസ് എ പാർട്ട് ഓഫ് യുവർ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് വിചാരിക്കുക. നമ്മളൊരു
ടോപ്പിക് സമൂഹത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ബാധ്യസ്ഥനാവണം. ഇതൊക്കെ 2-3 ദിവസം കഴിഞ്ഞാൽ പോകൂടെ. അതിന് വേണ്ടി കരയണ്ടേയും പിടിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾ മാത്രമല്ല. ഇത് കഴിഞ്ഞ ശേഷം കൊല്ലം തുളസി സാർ തന്നെ പറയുന്നുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാനിത് പ്രതികരിക്കുന്നില്ല. പിന്നെ കുട്ടി ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ ഞാനിപ്പോ അദ്ദേഹം തന്നെ ഇന്റർവ്യൂ ഒരു ചെറിയ വീഡിയോ ഞാനുമായിട്ട് സംസാരിച്ചു. അത് എന്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം വിട്ടത് അത് തെറ്റ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം ഏകദേശമൊക്കെ മനസ്സിലായി എനിക്കും. ഞാനിനി കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാര്യം ഞാൻ പ്രായമായ ഒരാളാണ്. ഒന്ന് ഇന്റർവ്യൂവറോട് ഇതൊന്നും പേഴ്സണൽ ആയി എടുക്കേണ്ട കാര്യമില്ല. 2 ഉസ്താദിനോട്, നിങ്ങളൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്, അപ്പൊ നിങ്ങളുടെ വാക്കുകൾ എത്രത്തോളം ആൾക്കാരെ ഉസ്താദിനെ പഠിപ്പിക്കാനൊന്നും ഞാൻ ആരുമല്ല. അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസ് റിയാക്ഷൻ ചെയ്യുമ്പോൾ സ്ഥാനം നോക്കിയിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറയാനുള്ളൂ. എന്തായാലും ഇത്രയും കണ്ട ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.